കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് നിന്റെ ഒരു വാശിയും ദേഷ്യമൊക്കെ. എന്താ നിന്റെ മനസ്സിലിപ്പോ? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഇന്നലെ രാത്രി കുടിക്കാൻ വെച്ച കാടിവെള്ളം കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു. മീത്തലെ പറമ്പില് നല്ല പച്ചപ്പുണ്ട്. ഈ നാടെ കൊണ്ടേ കെട്ടിയാലോ? ഏഴേണ സാധനങ്ങളുള്ള പറമ്പ് അയച്ചു. ഇവിടെ എങ്ങാനും കെട്ടിയാൽ മതി. എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങാൻ ചെരുപ്പിടണമെന്ന്. അങ്ങാടിയിൽ നിന്ന് കുറച്ച് ഉണക്കപ്പുല്ലിട്ടൊന്ന് നോക്കട്ടെ. നിങ്ങൾ എപ്പോഴെത്തിയാ പൂക്ക? ഇന്ന് കാലത്ത്. നിങ്ങൾ പോയ വഴിയിലൊക്കെ മഴയുണ്ടായിരുന്നോ? മഴ കാരണം ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാണ്ടായി. സുനാമി വന്ന പിന്നെ മഴയ്ക്കും വെയിലിനൊന്നും നേരവും കാലം ഇല്ലാണ്ടായിന്. കഴിഞ്ഞ മാസത്തെ പാലിന്റെ പൈസ. നാളെ പേരാവൂരത്ത് ജലജ കുട്ടികളും വരണുണ്ട്. അപ്പൊ അരക്കുപ്പി പാല് കൂടുതൽ തരാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. പിന്നെ ഐസുത്താന്റെ വീട്ടുമുറ്റത്തെ വരിക്കപ്ലാവയിൽ ചക്ക പഴുത്തോന്ന് ചോദിക്കാൻ പറഞ്ഞു ജലജ. വരിക്കച്ചക്കാന്ന് പറഞ്ഞ ജലജമോക്ക് ജീവനായിരുന്നു. ഒക്കെ കാക്ക കൊത്തി തിന്നുക. ആ, നിങ്ങൾ പറഞ്ഞുണ്ടോ? ആ, ഞാനും കണ്ട് മാഷേ. ഒരു മഴ പെയ്താൽ റോഡ് മുഴുവൻ തോടായി. അതെ. പിന്നെ ഈ വഴിക്ക് ഒരു ഓട്ടോക്കാരൻ വിളിച്ചാൽ വരില്ല. ശരി കാസിമെ, അനക്ക് വിളിച്ചു പറഞ്ഞാ മതി. ഇവിടെ പണിക്കാരെ കിട്ടാൻ പാട് തന്നെയാന്ന്. അവര് പറയുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കൂ. ശരി. അസ്സലാമലൈക്കും. വാലേക്കും സലാം. കരിക്ക് വേണോടോ? വേണ്ട. ധാന്യേന്ദ്രൻ ഗുളിക. ഇവൻ കയ്യിലില്ലാത്തപ്പോഴാ ഇതിന്റെ വില അറിയ. ഇനിയിപ്പോ അടുത്ത യാത്ര എങ്ങോട്ടാ? അടുത്ത ആഴ്ച പാലോട്ട് പള്ളിയില് മമ്മുമൂലിയർക്കാന്റെ മക്കാമില് ആണ്ട് നേർച്ച തുടങ്ങും. അതിന് പോണം. വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. ഒരു കാര്യം അറിയാണ്ടായിരുന്നു. എന്താ? ഹജ്ജ് കമ്മിറ്റി ഇക്കൊല്ലത്തെ ഹജ്ജിനുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. എനിക്ക് വയസ്സൂനും ഇക്കൊല്ല ഹജ്ജിന് പോണമെന്നുണ്ട്. ഹജ്ജ് കമ്മിറ്റിയിൽ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്ത എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല, നറുക്കെടുപ്പുണ്ടാവും. ഞാനിതുവരെ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് പോയിട്ടില്ല. 4 തവണ പോയതും കോഴിക്കോട് അക്ബർ ട്രാവൽസ് മുഖേനയാണ്. അവിടെ നമ്മുടെ കുടുംബക്കാരനൊരു ചെക്കനുണ്ട്, അച്ചറപ്പ്. ഓനോട് ഞാൻ പറഞ്ഞു വിട്ടതാന്ന് പറഞ്ഞാൽ മതി. ഒരിക്കാകുമ്പോൾ നമ്മൾ പ്ലെയിനെ കയറുന്നതിന് തൊട്ട് മുമ്പ് പൈസ തീർത്ത് കൊടുത്താൽ മതി. കാശൊക്കെ ശരിയായോ? സത്താറുണ്ടല്ലോ ദുബായില്. വയസ്സുകാലത്ത് ഉമ്മാനെയും ഉപ്പാനെയും കാബ കാണിക്കാമെന്ന് ഓന് തോന്നിക്കാണും.